കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ പകരുന്ന വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായും നമുക്ക് ഏറ്റുകൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ, അവൻ എൻ്റെ കർത്താവാണ് എന്ന് സ്വീകരിപ്പാൻ, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് എൻ്റെ കർത്താവ് എന്ന് സ്വീകരിപ്പാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 30-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് അവിടെ രേഖപ്പെടുത്തുന്ന ചില വാക്യങ്ങൾ: യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നു, ദാവീദ് ദൈവത്തെ ആരാധിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ കടന്നു വരുന്നു, നമ്മളും ദൈവത്തെ ആരാധിക്കുന്നു. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കാരണം താനോട് പറയുകയാണ്: ദൈവമേ, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ലോകം നമുക്കെതിരാണ്, നമ്മുടെ തന്നെ ജഡം നമുക്കെതിരാണ്, പിശാച് നമുക്കെതിരാണ്. നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. എന്നാൽ ശത്രുവായ പിശാച് ഈ രക്ഷ അനുഭവിക്കാതിരിപ്പാൻ, നമ്മുടെ ആത്മാവിനെ നിത്യമായ നാശത്തിലേക്ക് തള്ളിക്കളയുവാൻ പിശാചും പദ്ധതിയിടുന്നു. നിത്യമായി രക്ഷിക്കുവാൻ ദൈവം പദ്ധതിയിടുന്നു, നിത്യമായ നാശത്തിലേക്ക് തള്ളിയിടുവാൻ പിശാചും ശ്രമിക്കുന്നു. ഇവിടെ ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്: നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. ഗ്ലോറി ടു ഗോഡ്. ശത്രു തിന്മയായത് ചെയ്യുന്നു, ദൈവം നമുക്ക് നന്മയാക്കി മാറ്റി നമ്മെ ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് ശത്രുത്വമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ നമുക്ക് പോരാട്ടമുള്ളത്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളൊന്നും തന്നെ ജഡികങ്ങളല്ല. എന്നാൽ ഇവിടെ ശത്രു സൈന്യം ഒരു ദൈവഭക്തനെതിരെ, ഒരു ദൈവഭക്തക്കെതിരെ പോരാടുമ്പോൾ, ആ വ്യക്തിയുടെ പ്രാണനെ നശിപ്പിച്ചു കളയുവാൻ പോരാടുമ്പോൾ, ഇവിടെ ദൈവസന്നിധിയിൽ ദാവീദ് പറയുന്നു: എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതില്ല. ഗ്ലോറി ടു ഗോഡ്. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം സംരക്ഷണം നൽകുന്നു. ശത്രു സൈന്യം നമുക്കെതിരെ പോരാടുമ്പോൾ കർത്താവ് നമുക്ക് സംരക്ഷണം നൽകുന്നത് കൊണ്ട് ഹല്ലേലൂയ, ശത്രു സൈന്യം നമ്മെക്കുറിച്ച് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കിയില്ല. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നമ്മെ സൗഖ്യമാക്കുന്ന ശക്തി ദൈവസന്നിധിയിൽ നിന്ന് വരുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യം, നമ്മുടെ പ്രാണൻ്റെ സൗഖ്യം, നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യം. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങൾക്ക് സൗഖ്യം ആവശ്യമാണ്. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. നമ്മളെ ദേഹിയിൽ, മനസ്സിന്, വിചാരങ്ങളിൽ, വികാരങ്ങളിൽ, ഇച്ഛാശക്തിയിൽ സൗഖ്യം ആവശ്യമാണ്. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ആത്മാവിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ മനസ്സാക്ഷിയിൽ ദൈവികമായ സൗഖ്യം നമുക്ക് ആവശ്യമാണ്. ദൈവത്തോടും മനുഷ്യനോടും ബന്ധം പുലർത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സൗഖ്യം നമുക്ക് ആവശ്യമാണ്. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കേണ്ടുന്നതിനുള്ള സൗഖ്യം നമുക്ക് ആവശ്യമാണ്. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ദൈവസന്നിധിയിൽ താൻ പറയുകയാണ്: നീ എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. 3-ാമത്തെ വാക്യത്തിലൂടെ വായിക്കുന്നു: യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരേറ്റിയിരിക്കുന്നു. പ്രാണനെ പാതാളത്തിൽ നിന്ന് കരേറ്റുവാൻ തക്കവണ്ണം യഹോവയായ ദൈവത്തിന് മാത്രമേ സാധ്യമാകത്തുള്ളൂ എന്ന് ഭക്തനായ ദാവീദിന് ബോധ്യമുണ്ടായി. ഗ്ലോറി ടു ഗോഡ്. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ഏകനാമമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ഗ്ലോറി ടു ഗോഡ്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തി കളയുവാൻ പാപത്തിലൂടെ പിശാചെ വഞ്ചിക്കുമ്പോൾ
അവനെ വീണ്ടുകൊള്ളുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അങ്ങനെ ദൈവം നമ്മുടെ ആത്മാവിനെ പാതാളത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ വണ്ണം കർത്താവ് നമ്മെ ഉദ്ധരിച്ചിരിക്കുന്നു, കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നു, കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ധാരാളമായ വീണ്ടെടുപ്പ് നൽകുന്നു. ലോകത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, പിശാചിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, പാതാളത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, അങ്ങനെ ദൈവികമായ വീണ്ടെടുപ്പുകൾ അനുഭവിപ്പാനാണ് ദൈവസന്നിധിയിലെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ദാവീദ് പറയാണ്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവാണ് പാതാളത്തിൻ്റെ ബലത്തെ തകർത്തുകൊണ്ട് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റത്. ആ ദൈവസന്നിധിയിൽ നമ്മളായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്കും ഹല്ലേലൂയ മരണപാശങ്ങളെ പൊട്ടിച്ചുകൊണ്ട് പാതാളത്തിൻ്റെ ബലത്തെ തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തിയാണ് തന്നെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്നത്. മരണപാശത്തിന് കർത്താവിനെ ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല, പാതാളത്തിൻ്റെ ബലത്തിന് കർത്താവിനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ മരണപാശങ്ങളെ പൊട്ടിച്ചുകൊണ്ട്, പാതാള ശക്തികളെ പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനെ ഹല്ലേലൂയ രക്ഷിപ്പാൻ കർത്താവ് മതിയായവൻ. ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ ആ നിശ്ചയം നമുക്കുണ്ടാകും, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരേറ്റിയിരിക്കുന്നു. പാതാളത്തിൽ നിന്ന് കരേറ്റപ്പെട്ട അനുഭവം അനുഭവിക്കുന്നവർ ദൈവത്തെ എത്ര അധികം സ്തുതിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിത്യജീവനിലേക്ക് ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ നിശ്ചയമായും ആ സന്തോഷത്തിൽ ആ വിടുതൽ നൽകിയ ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ കഴിയും. ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ശത്രുവിൻ്റെ മുൻപിൽ ലജ്ജിതനായി തീരുവാനിടയാകാതെ മരണപാശങ്ങളെ പൊട്ടിച്ച് പാതാളത്തിൻ്റെ ബലത്തെ തകർത്തുകൊണ്ട് എൻ്റെ പ്രാണൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിപ്പാൻ നീ എന്നെ ഉദ്ധരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യഹോവയായ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടുന്നതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഏറ്റവും നമ്മൾ സന്തോഷിക്കേണ്ടിയത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവരക്ഷയാണ്, ആത്മരക്ഷയ്ക്കാണ് നമ്മൾ ഏറ്റവും സന്തോഷിക്കേണ്ടിയത്. ഗ്ലോറി ടു ഗോഡ്. ദൈവസന്നിധിയിൽ ദാവീദ് പറയുകയാണ്, പഴയ നിയമത്തിലെ ഭക്തൻ പറയുകയാണ്, നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ജീവരക്ഷ വരുത്തിയത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ എന്ത് ചെയ്യും? സ്തുതിക്കും. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ക്രിസ്തുവിൽ പൂർണ്ണമാണ്. ഗ്ലോറി ടു ഗോഡ്. അവൻ എൻ്റെ രക്ഷിതാവ്, അവൻ എൻ്റെ കർത്താവ്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ജീവിക്കുന്ന വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഗ്ലോറി ടു ഗോഡ്. നിങ്ങളോ, നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൽ പിതാവാം ദൈവത്താൽ ആയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ഒന്നാമത് ജ്ഞാനം പകരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകുന്ന ജ്ഞാനത്തിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. മാനുഷികമായ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിനെ ഇവിടെ പറയുന്നതാണ്, ദൈവത്തിൽ നിന്ന്, പിതാവാം ദൈവത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ജ്ഞാനമാണ് ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയെ അറിയണമെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനെ അറിയണമെങ്കിൽ, അവൻ്റെ ആത്മാവിൻ്റെ മകളിൽ ദൈവത്തെ കർത്താവായി വാഴിക്കണമെങ്കിൽ ക്രിസ്തു
ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവിക ജ്ഞാനം നമ്മൾ അറിയണം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം അറിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരണം. ഹല്ലേലൂയ. പാതാള അധികാരത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചിട്ടുള്ള ദൈവിക ജ്ഞാനം നമ്മൾ അറിയണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിൻ്റെ മകളിൽ ദൈവികമായ കർത്തൃത്വം നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന പുത്രനായ ക്രിസ്തു എന്ന ജ്ഞാനം നമ്മൾ അറിയണം. അതാണ് ഇവിടെ വചനം പറയുന്നത്. നാമോ അവനാൽ ദൈവത്താൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് വന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്താലാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്ന ജ്ഞാനത്തിലൂടെ അല്ലാതെ അവനെ അറിയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വെളിച്ചത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത് സൂര്യനെ കാണുന്നത് സൂര്യൻ തരുന്ന വെളിച്ചത്തിലൂടെയാണ് നമ്മൾ സൂര്യനെ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മൾ കാണണമെങ്കിൽ അവൻ്റെ വെളിച്ചമായ ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ആ പ്രകാശത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. ഗ്ലോറി ടു ഗോഡ്. അവൻ നമുക്ക് ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം. രണ്ടാമത് പറയുന്നത് എന്താണ്? നീതി. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് നീതീകരണം ആവശ്യമാണ്. ആ നീതീകരണം, പാപത്തിലാണ്ടുപോയ മനുഷ്യന് നീതീകരണത്തിലൂടെ അല്ലാതെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് വന്ന ജ്ഞാനം. രണ്ടാമത് പറയുന്നത് അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് വന്ന നീതിയാണ് ക്രിസ്തു. മൂന്നാമത് പറയുന്നത് എന്താണ്? അവൻ നമുക്ക് ശുദ്ധീകരണമാണ്. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തു നമുക്ക് ജ്ഞാനമാണ്. ക്രിസ്തു നമുക്ക് നീതീകരണമാണ്. ക്രിസ്തു നമുക്ക് ശുദ്ധീകരണമാണ്. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? വീണ്ടെടുപ്പ്. ഗ്ലോറി ടു ഗോഡ്. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവം സ്വയത്തമാക്കുവാനാണ് നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിവരുത്തുന്നത്. ആ ദൈവിക ജ്ഞാനം, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം ലഭിക്കുവാൻ, ഹല്ലേലൂയ, നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിനുള്ള ജ്ഞാനം ലഭിക്കുവാൻ. ദൈവവചനത്തിൽ കാണുന്നു, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ കാണുവാൻ. നിത്യജീവന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരു ഭാഗത്തിൽ കാണുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ മുമ്പിൽ നിത്യജീവൻ്റെ വഴി ദൈവം തുറന്നു കൊടുക്കും. ജീവൻ്റെ മാർഗം ദൈവം ആ വ്യക്തിക്ക് തുറന്നു കൊടുക്കും. അങ്ങനെ ക്രിസ്തുയേശുവിൽ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ വെളിച്ചം നമുക്കവിടെ ലഭ്യമാണ്. ക്രിസ്തുയേശുവിലൂടെ പാപിയായ മനുഷ്യന് ദൈവത്തോടുള്ള നീതീകരണത്തിൻ്റെ പൂർണ്ണമായ ദൈവിക പദ്ധതികൾ ക്രിസ്തുവിൽ വെളിപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. ഒരു മനുഷ്യൻ പിതാവാം ദൈവത്തോട് നീതീകരണം പ്രാപിക്കണമെങ്കിൽ യേശുവിൽ വന്നിട്ടല്ലാതെ അവന് നീതീകരണം പ്രാപിക്കുവാൻ സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. ഏതൊരു വ്യക്തിക്കായിരുന്നാലും ആത്മാവിനും പ്രാണനും ശരീരത്തിലുമുള്ള ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ ദൈവമാണ് നമ്മുടെ ശുദ്ധീകരണം, ക്രിസ്തുവാണ് നമ്മുടെ ശുദ്ധീകരണം. അവൻ ദൈവത്തിൽ നിന്ന് വന്ന ജ്ഞാനം, നീതി, അവൻ ദൈവത്തിൽ നിന്ന് വന്ന ശുദ്ധീകരണം, അതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് വീണ്ടെടുപ്പ്. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് എന്ത് ചെയ്തു? പൂർത്തീകരിക്കപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തോടെ അവൻ്റെ രക്തത്താൽ നമുക്ക് നീതീകരണം ലഭിച്ചിരിക്കുന്നു. അവൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും യേശുവിൻ്റെ രക്തത്താലും അവൻ്റെ ക്രൂശിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് ശുദ്ധീകരണം ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നിത്യമായ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്. ഗ്ലോറി ടു ഗോഡ്.
വ്യർത്ഥമായ കാര്യങ്ങളിലാണ് ജനം നടക്കുന്നത്. പിതൃക്കൾ അവരിൽ നിന്ന് വന്ന പാരമ്പര്യങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഹല്ലേലൂയ. മതപരമായ പാരമ്പര്യങ്ങൾ അനുസരിച്ച്, ആത്മീയമായ പാരമ്പര്യങ്ങൾ അനുസരിച്ച്, ഒരു ദേശത്തിലെ കൾച്ചർ അനുസരിച്ച്, സംസ്കാരം അനുസരിച്ച്, അങ്ങനെ വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ജനം എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? വ്യർത്ഥമായതാണ്. അതിൽ പുകഴാനൊന്നുമില്ല. അതിൽ പിടിച്ചിരുന്നാലും അതുകൊണ്ട് യാതൊരു പ്രയോജനം എന്ത് ചെയ്യുന്നില്ല? ലഭിക്കുന്നില്ല. എങ്കിലും ജനം വ്യർത്ഥമായതിലും പിതൃക്കളുടെ പാരമ്പര്യങ്ങൾ പിടിച്ചു വച്ചുകൊണ്ട് നിലനിൽക്കുവാൻ അവർ ആഗ്രഹിക്കുമ്പോൾ, ഇവിടെ ദൈവം വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നു, വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വ്യർത്ഥവും പിതൃ പാരമ്പര്യങ്ങളുമില്ല. ആത്മാവിൻ്റെ പുതുക്കത്തിലാണ് അവർ ദൈവത്തെ അനുദിനവും ആരാധിക്കുന്നത്. അങ്ങനെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നു. ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവൻ നമ്മെ മരണപാശങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു, പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു. ശത്രു നമ്മെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാകാതെ വണ്ണം കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വെളിപ്പെട്ട ജ്ഞാനമാണ് ക്രിസ്തു. നമ്മുടെ ആത്മാവിന് ദൈവത്തോടുള്ള നീതീകരണത്തിനുള്ള സകല പദ്ധതികളും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള സകലതും ക്രിസ്തുവിൽ പൂർണ്ണമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പുനരുത്ഥാനം പ്രാപിക്കേണ്ടുന്ന അനുഭവവും ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മൂന്നാമത്തെ ദിവസം പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കൂടെ വീണ്ടെടുപ്പാണ് ക്രിസ്തു മൂന്നാമത്തെ ദിവസം പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ചെയ്തിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ആ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടുകൂടി അവനിൽ വിശ്വസിക്കുന്നവർ, അവനിൽ ജീവിക്കുന്നവർ, ക്രിസ്തുവിൽ മരിക്കുന്നവർ കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ആ വീണ്ടെടുപ്പ് അറിയുവാനാണ്, അനുഭവിക്കുവാനാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുന്നത്, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ക്രിസ്തുവിൽ പൂർണ്ണമാണ്. നമ്മുടെ ശുദ്ധീകരണം ക്രിസ്തുവിൽ പൂർണ്ണമാണ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ക്രിസ്തുവിൽ പൂർണ്ണമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഓർപ്പിച്ചു, വ്യർത്ഥമായ പിതൃ പാരമ്പര്യങ്ങളിൽ നിന്ന് നിങ്ങളെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്ര. വിലയേറിയ എന്ന പദം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വിലമതിക്കാൻ കഴിയാത്തതെന്നാണ്. ഹല്ലേലൂയ. വില കൂടിയതെന്നല്ല പറയുന്നത്. വില കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വസ്തുവും വില കൂടിയതെന്ന് പറഞ്ഞാൽ ആ കൂടിയ വില കൊടുക്കുവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ കൂടിയ വിലയ്ക്ക് ആ വസ്തുവിനെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേടിക്കാൻ പറ്റും. പക്ഷെ വിലയേറിയത് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വില വയ്ക്കാൻ ആർക്കും സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്തം മനുഷ്യൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ വിലയേറിയത് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് വച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആത്മാവിനെ നിത്യരക്ഷയിലേക്ക് എടുക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ല എന്ന അഖണ്ഡിതമായ പ്രഖ്യാപനമാണ് യേശുവിൻ്റെ രക്തത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഗ്ലോറി ടു ഗോഡ്. അവൻ്റെ പക്കലെ വീണ്ടെടുപ്പ് നമ്മിൽ ഹല്ലേലൂയ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തീത്തോസ് ലേഖനം എഴുതുന്ന സമയത്തിൽ 2-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടുന്നതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. യേശു തന്നെ നമുക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം ഇവിടെ പറയുകയാണ്. നേരത്തെ നമ്മൾ വായിച്ചത് വ്യർത്ഥവും
പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നും നമ്മെ രക്ഷിപ്പാനാണ് ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തേ? യാഗമായി തീർന്നതെന്നാണ് നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് എന്താണ്? അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടുന്നതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. യേശുവിനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തതിന് വേണ്ടിയിട്ടാണ്? അധർമ്മത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഗ്ലോറി ടു ഗോഡ്. അധാർമികത പെരുകുന്നത് കൊണ്ടാണ് ദൈവസ്നേഹം കുറഞ്ഞു പോകുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. ഗ്ലോറി ടു ഗോഡ്. നേരത്തെ വായിച്ചത് വ്യർത്ഥവും പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നും അവൻ്റെ രക്തം നമ്മെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. ഈ വീണ്ടെടുപ്പ് നമ്മൾ അനുഭവമാക്കുന്നവരാണോ? ആണെങ്കിൽ നിത്യതയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഗ്ലോറി ടു ഗോഡ്. അവൻ്റെ പക്കലുള്ള ധാരാളമായ വീണ്ടെടുപ്പ് നമ്മൾ അനുഭവമാക്കുകയാണ് അവിടെ. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ വായിക്കുന്നത് എന്താണ്? സകല അധർമ്മത്തിൽ നിന്നും നമ്മെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. അധാർമികതയിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുക്കുമ്പോൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്കും സൗഖ്യമുണ്ടാവുകയാണ്. ഗ്ലോറി ടു ഗോഡ്. വ്യർത്ഥവും പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുക്കുന്നു. പാപത്തിൽ വീണുപോയ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നില്ലെങ്കിൽ അധാർമികതയാണ് ആ വ്യക്തിയിൽ വെളിപ്പെടുന്നത്. ധാർമ്മികത ഉണ്ടാകത്തില്ല. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയിൽ ധാർമ്മികത എന്തെന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ്. ഗ്ലോറി ടു ഗോഡ്. ലോകത്തിൽ ഏതൊരു വ്യക്തിയും ധാർമ്മികത എന്താണെന്ന് പഠിക്കണമെങ്കിൽ ക്രിസ്തുവിനെ അറിയണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കാരണം അവൻ്റെ 5 ഇന്ദ്രിയങ്ങളും ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിച്ചതാണ്. കാരണം അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ ശരീരത്തിൽ ആ ധാർമ്മികത വെളിപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ സഭയിലും ആ ധാർമ്മികത വെളിപ്പെടണം. ദൈവത്തിൻ്റെ മക്കളിലും ആ ധാർമ്മികത വെളിപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ യേശുവിൻ്റെ രക്തം എന്ത് ചെയ്യുന്നു? വ്യർത്ഥവും പിതൃ പാരമ്പര്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചെന്താണ്? അധാർമികതയിൽ നിന്ന് വീണ്ടെടുക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഇന്ദ്രിയങ്ങളിൽ നമുക്ക് സൗഖ്യം ആവശ്യമാണ്. നമ്മുടെ മനസ്സാക്ഷിക്ക് സൗഖ്യം ആവശ്യമാണ്. ന്യായപ്രമാണത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വചനങ്ങളെ അനുസരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സൗഖ്യം ആവശ്യമാണ്. നമ്മളായിരിക്കുന്ന രാജ്യത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളും ആ നിയമങ്ങൾ പാലിക്കുവാൻ ദൈവമക്കളും എന്താണ്? ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. അപ്പോൾ അധാർമികത കൊണ്ട് ലോകം എന്ത് ചെയ്യുന്നു? നിറയുമ്പോൾ ധാർമ്മികതയിലേക്ക് ദൈവത്തിൻ്റെ മക്കളെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. മനസാക്ഷിക്ക് വിരുദ്ധമായ അധാർമികതകളിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവം വീണ്ടെടുക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ പ്രാണനെ അധാർമികതകളിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ്റെ ഇന്ദ്രിയങ്ങളെ അധാർമികതകളിൽ നിന്ന് ദൈവം വീണ്ടെടുക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ. ഗ്ലോറി ടു ഗോഡ്. അല്ലാത്ത പക്ഷം നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കും. കാരണം എന്താണ്? അവൻ്റെ ആത്മാവിനെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അവൻ്റെ പ്രാണനെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ പിശാചിന് കഴിയും. അതുകൊണ്ടാണ് അവിടെ ദാവീദും പറയുന്നത്, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതില്ല. എൻ്റെ പ്രാണൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതെ വണ്ണം നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവനിൽ നിന്നുള്ള ജ്ഞാനം നമുക്കത് വെളിപ്പെടുത്തുന്നു. അവനിൽ നിന്നുള്ള നീതീകരണത്തിൻ്റെ വെളിപ്പാട് നമുക്ക് ലഭിക്കുമ്പോൾ അത് മനസ്സിലാകുന്നു, അവൻ നമുക്കുള്ള ശുദ്ധീകരണമാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഈ മർത്യ ശരീരങ്ങൾ ക്രിസ്തുവിനോടുകൂടെ പുനരുത്ഥാനം പ്രാപിക്കേണ്ടുന്നതിനാണ് കർത്താവ് ഈ കാര്യം ചെയ്യുന്നു. അവൻ്റെ രക്തത്താൽ നമുക്ക് വ്യർത്ഥവും പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പുണ്ട്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്നെ ദൈവം ചില വിഷയങ്ങൾക്കെല്ലാം അതിൽ നിന്ന്, ആ പ്രതിസന്ധികളിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോവോ? പോകത്തില്ല. വ്യർത്ഥവും പിതൃ പാരമ്പര്യങ്ങളിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെടണം. സകല അധാർമികതകളിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെടണം. ഹല്ലേലൂയ.
നമ്മുടെ മനസ്സാക്ഷിക്ക് വിരോധമായതും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾക്ക് വിരോധമായതും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ന്യായപ്രമാണത്തിലെ സത്യങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണമുള്ള ആ സമർപ്പണം നമുക്കുണ്ടാകണം. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന നിയമങ്ങളും ഗ്ലോറി ടു ഗോഡ്, ആ നിയമങ്ങളും നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? അനുസരിച്ചേ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്? ധാർമ്മികത. എല്ലാ മേഖലകളിലും നമുക്ക് എന്തുണ്ടാകണം? ധാർമ്മികത ഉണ്ടാകണം. കർത്താവ് വിളിച്ചു പറഞ്ഞതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, മത്തായി 24:12 അധർമ്മം പെരുകുന്നു, അതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഈ അന്ധകാരമുള്ള ലോകത്തിൽ ധാർമ്മികത വെളിപ്പെടുത്തുവാനുള്ളത് ദൈവത്തിൻ്റെ സഭയാണ്. ഹല്ലേലൂയ. കർത്താവ് വിശന്നിരിക്കുന്നവനെ കണ്ട് അവന് ഭക്ഷണം കൊടുക്കും. ഗ്ലോറി ടു ഗോഡ്. രോഗികളെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവന് സൗഖ്യം കൊടുക്കും. ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനം ചിന്നിച്ചെതറിയവരായി കണ്ടപ്പോൾ അവരെ കണ്ട് കർത്താവ് മനസ്സലിയും. അവർക്കാവശ്യമായ കാര്യങ്ങളെ കർത്താവ് കൊടുക്കുന്നു. അവരുടെ ഫിസിക്കൽ ബോഡിയിൽ ആവശ്യമായതും അവരുടെ ദേഹിയിൽ ആവശ്യമായതും അവരുടെ ആത്മമണ്ഡലത്തിൽ ആവശ്യമായ കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജനത്തിന് കൊടുക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സൗഖ്യമാക്കുവാനുള്ള ശക്തി കർത്താവിൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോഴും കർത്താവെ എന്നെയും ഇവയിൽ നിന്നെല്ലാം ഒന്ന് വീണ്ടെടുക്കണമേ. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ടായിരുന്നു. കൊലോഷ്യൻസ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഗ്ലോറി ടു ഗോഡ്. വ്യർത്ഥവും പിതൃപാരമ്പര്യങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, അധർമ്മത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. ഇവിടെ വായിച്ച വാക്യം എന്താണ്? പാപമോചനമെന്ന വീണ്ടെടുപ്പ്. കൊലോഷ്യൻസ് 1:14 അവനിൽ ക്രിസ്തുവേശുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പാപക്ഷമയാണ് ലഭിക്കുന്നത്. ഒരുവൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് പരിഹാരമാകുന്ന രീതിയിലുള്ള യാഗങ്ങളും വഴിപാടുകളും ഒക്കെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ പാപത്തിന് ആ വ്യക്തിക്ക് എന്ത് ലഭിക്കുന്നു? പാപക്ഷമ ലഭിക്കുന്നു. പാപക്ഷമ ലഭിക്കുന്നവൻ വീണ്ടും പാപം എന്ത് ചെയ്യുന്നു? ആവർത്തിക്കുന്നു. പുതിയ നിയമ ശുശ്രൂഷയിൽ യേശുവിൻ്റെ രക്തം എന്ത് ചെയ്യുന്നു? പാപക്ഷമ കൊടുക്കുന്നു. നിശ്ചയമായും പാപക്ഷമ കൊടുക്കുന്നതിനപ്പുറമായും അവൻ്റെ രക്തം പാപം ഒരു വ്യക്തിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എന്ത് അനുഗ്രഹിക്കപ്പെട്ട വീണ്ടെടുപ്പാണ്. ഒത്തിരി ആൾക്കാർ അവർ കടന്നു പോകുന്ന വിഷയങ്ങളിൽ ദൈവസന്നിധിയിൽ വന്ന് ഉറച്ച നിലയോടുകൂടി പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞാൻ ഇന്ന വിഷയത്തിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? കടന്നു പോകുകയാണ്. കർത്താവേ, നീ എന്നെ എത്രയും വേഗത്തിൽ അവയിൽ നിന്ന് എന്ത് ചെയ്യണമേ? ഉദ്ധരിക്കണമേ. എന്നെ എന്ത് ചെയ്യണമേ? വീണ്ടെടുക്കണമേ. പലപ്പോഴും ഈ വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വ്യർത്ഥവും പിതൃപാരമ്പര്യങ്ങളും എന്നെ എന്ത് ചെയ്യുന്നു? അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവയിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണമേ? വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ. അധാർമികതകളിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണമേ? വീണ്ടെടുക്കണമേ. പാപത്തിൽ നിന്ന് എന്നെ ദൈവമേ നീ എന്നെ എന്ത് ചെയ്യണമേ? വീണ്ടെടുക്കണമേ. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച എന്താ? നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാണൻ എവിടെ പോകും? കുഴിയിലിറങ്ങിപ്പോവും, പാതാളത്തിൽ ഇറങ്ങിപ്പോവും. നമ്മയും ദൈവം വീണ്ടെടുക്കാത്ത പക്ഷം നമ്മുടെ ആത്മാവ് നിത്യരക്ഷ അനുഭവിക്കത്തില്ല. ദൈവസന്നിധിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ നമ്മൾ അറിയണം. അവൻ്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ട വീണ്ടെടുപ്പാണ്. ഗ്ലോറി ടു ഗോഡ്. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് വന്ന ജ്ഞാനം, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് വന്ന നീതീകരണം, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് വന്ന ശുദ്ധീകരണം, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് വന്ന വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പിൽ ദൈവം നമുക്ക് വ്യർത്ഥമായ സകല പാരമ്പര്യങ്ങളിൽ നിന്നും, വ്യർത്ഥമായ സകല സംസ്കാരങ്ങളിൽ നിന്നും, മത ആചാരങ്ങളിൽ നിന്നും, പിതൃക്കൾ നിമിത്തം വന്ന സകല വിഷയങ്ങളിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുത്ത് ആ പുതിയ സിസ്റ്റത്തിലേക്ക്, പുതിയ കൃപയുടെ ആത്മാവിൽ നിറച്ച് ദൈവം തനിക്ക് തന്നെ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി ദൈവം വേർപെടുത്തിയെടുക്കുകയാണ്. ആ വീണ്ടെടുപ്പ് അനുഭവിപ്പാനാണ് നമ്മൾ ദൈവസന്നിധിയിൽ വരേണ്ടിയത്. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം അവയിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് പ്രസാദിക്കുമെന്നുള്ളതല്ല.
കർത്താവെ, എന്നെ വീണ്ടെടുക്കേണ്ടുന്നതിനുള്ള നിൻ്റെ പദ്ധതികൾ എന്താണെന്ന് ദൈവം തരുന്ന ജ്ഞാനത്തിലൂടെ ഒന്ന് അറിയുവാൻ, പ്രാപിക്കുവാൻ, ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ക്രിസ്തുയേശുവിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഏക കാര്യമാണ് പാപം, അനുസരണം. ഹല്ലേലൂയ. ആ അനുസരണക്കേട് വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ സാധ്യമല്ല. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനോട് എന്ത് ചോദിക്കണം? കർത്താവേ, ഞാൻ കടന്നു പോകുന്ന ഇന്ന വിഷയത്തിൽ നിന്ന് എന്നെ ദൈവമേ നീ എന്ത് ചെയ്യണം? മോചിപ്പിക്കണം. ഗ്ലോറിക്കോ. ഹല്ലേലൂയ. പാപത്തിൽ തുടരാതെ വണ്ണമുള്ള മോചനം അത് ക്രിസ്തുവിന് മാത്രമേ തരാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. പാപമോചനം എന്ന വീണ്ടെടുപ്പ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എഫേഷ്യൻസ് 1:7 വായിക്കുമ്പോൾ അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. അവിടെയും പറയുന്നത് വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. ഒത്തിരി വചനങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ദൈവിക പദ്ധതികളുടെ വീണ്ടെടുപ്പിൻ്റെ വചനങ്ങൾ നിരവധിയാണ്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. ഈ വീണ്ടെടുപ്പുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ദൈവത്തോടു കൂടിയുള്ള സന്തോഷം നമ്മിൽ വർദ്ധിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ജഡികമായ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരുമ്പോൾ ജഡികമായൊരു സന്തോഷം ഉണ്ടായാലും അത് താൽക്കാലികമാണ്. അത് മറ്റൊരു വിഷയം നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ ആദ്യം ദൈവം ചെയ്ത ഉപകാരത്തിൻ്റെ സന്തോഷം എന്ത് ചെയ്യും? തീരും. പക്ഷേ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം തടസ്സമായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുക്കുമ്പോൾ ദൈവികമായ സന്തോഷം ആരും നമ്മിൽ നിന്ന് അപഹരിച്ച് കളയാതെ വണ്ണം നമ്മുടെ ആത്മാവിൽ തളം കെട്ടി നിൽക്കുന്ന ഒരാത്മീയ സന്തോഷം നമുക്കുണ്ടാകും. ദൈവത്തോടുള്ള ഫെലോഷിപ്പ് നമുക്കുണ്ടാകുന്നു. ദൈവത്തോടുള്ള സംസർഗം നമുക്കുണ്ടാകുന്നു. ആ കൂട്ടായ്മയിലെ സന്തോഷം നമുക്ക് അനുഭവിക്കാനിടയാകും. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ താഴേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗത്തിൻ്റെ തുടർച്ചയായ ഭാഗമാണ് നമ്മളിവിടെ ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലുള്ള നീതീകരണം യഹൂദജനം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെ കൂടാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലുള്ള നീതീകരണത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാൻ അവർ എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. എന്നാലോ ദൈവം അബ്രഹാമിന് മുമ്പ് കൂട്ടി വെളിപ്പെടുത്തിയ സുവിശേഷം എന്ന് പറയുന്നത് വിശ്വാസത്താൽ സകല ജനവും ക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെടുന്ന കാര്യം അബ്രഹാമിനോ ദൈവം മുമ്പ് കൂട്ടി എത്തിയിട്ടുണ്ട്, വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് നിത്യജീവന് അവകാശിയായി തീരേണ്ടിയ കാര്യം. ഗ്ലോറി ടു ഗോഡ്. ഇതിൻ്റെ മുകളിലെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് 4-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ന്യായപ്രമാണത്തിൻ്റെ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരാരാണ്? യഹൂദജനം. ഗ്ലോറി ടു ഗോഡ്. പുറം ജാതിക്കാർക്ക് ന്യായപ്രമാണം എന്ത് ചെയ്തിട്ടില്ല? ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തിയിട്ട് കീഴെയുള്ള യെരുശലേമിനെ കുറിച്ചും മകളിലുള്ള യെരുശലേമിനെ കുറിച്ചും, കീഴെയുള്ള യെരുശലേം അടിമത്വത്തിലിരിക്കുന്നു എന്നും മകളിലെ യെരുശലേം സ്വതന്ത്രയാകുന്നു എന്നും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതാണ്. കീഴെയുള്ള യെരുശലേം എന്ന് പറയുന്നത്
ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ഇരിപ്പാൻ ഇന്നും ആഗ്രഹിക്കുന്നവർ. അവർ ക്രിസ്തുവിനെ കൂടാതെ ന്യായപ്രമാണത്തിൻ്റെ നീതി സ്വന്തം ശക്തിയിൽ പ്രാപിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശമാക്കാം എന്നുള്ള രീതിയിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരിപ്പാൻ ഇച്ഛിക്കുന്നവർ. മീതെയുള്ള യെരുശലേം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ ഒരു ശരീരമാണ് ഈ ഭൂമിയിൽ എന്ത് ചെയ്തത്? അനുസരിച്ചത്. അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ന്യായപ്രമാണത്തെ നിവർത്തിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ഗോഡ്. ആ പരിശുദ്ധാത്മാവാണ് ന്യായപ്രമാണത്തിൻ്റെ മകളിലെ യെരുശലേം എന്ന് പറയും. ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് നീതീകരണം പ്രാപിച്ച് പുനരുദ്ധാനം പ്രാപിച്ച് മകളിലെ യെരുശലേം. ആ മകളിലെ യെരുശലേമിൽ നിന്നത്രേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? വീണ്ടും ജനനം പ്രാപിച്ചിരിക്കും. അങ്ങനെ നിങ്ങൾ മകളിലെ യെരുശലേമിൽ നിന്ന് നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ ഉയരത്തിലെ ആത്മാവിനാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ പകരപ്പെട്ടപ്പോൾ അന്ന് സ്ഥാപിക്കപ്പെട്ട ദൈവസഭ, ഇന്നും തുടരുന്ന ദൈവസഭ, ഇന്നും അതേ ആത്മപകർച്ച പകരുന്ന ദൈവസഭ, ഗ്ലോറി, മകളിലെ യെരുശലേമിൽ നിന്ന് ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭ മകളിൽ തന്നെ പോകും. ഗ്ലോറി ടു ഗോഡ്. നിത്യതയിൽ ചേർക്കപ്പെടും. കീഴെയുള്ള യെരുശലേം അവകാശമാകത്തില്ല. മകളിലെ യെരുശലേം, ഹല്ലേലൂയ, പ്രവൃത്തിയാലുള്ള നീതീകരണമല്ല, വിശ്വാസത്താലുള്ള നീതീകരണം. ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചവരാണ് മകളിലെ യെരുശലേമിൽ നിന്ന് ജനിച്ചിരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. സ്വതന്ത്രയാകുന്നു എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന് സ്വതന്ത്രയാകുന്നു? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലുള്ള നീതീകരണത്തിൽ നിന്ന് വിശ്വാസ നീതീകരണത്തിലേക്ക് സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ കർത്താവിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി വെളിപ്പെടുത്തിയതിന് ശേഷം ഞാൻ ചിന്തിക്കുന്നു ഏകദേശം 13 മണിക്കൂർ നമ്മൾ ഈ ഒരൊറ്റ സബ്ജക്റ്റ് ഇതിനോടകം എന്ത് ചെയ്തിട്ടുണ്ട്? ചിന്തിച്ചതാണ്. 13 മണിക്കൂർ. അതിൻ്റെ 1-ാമത്തെ മണിക്കൂർ മുതൽ നമ്മൾ ഒന്നേന്ന് ഒന്ന് അയവിറക്കിയാൽ മാത്രമേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കിനി എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാവത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 2-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. യഹൂദ ജനതയ്ക്ക് ന്യായപ്രമാണത്താൽ അത് ഏറ്റെടുക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ അനുശാസിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡശരീരത്തിൽ എന്ത് ഏൽക്കണം? പരിച്ഛേദന ഏൽക്കണം. ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം, ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൽ കാഴ്ചവോട് വയ്ക്കുമ്പോൾ പരിച്ഛേദനയോടുകൂടിയാണ് അതിലേക്ക് എന്ത് ചെയ്യുന്നത്? എൻ്റർ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ എൻ്റർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. അങ്ങനെ പരിച്ഛേദന ഏൽക്കുന്നുണ്ടെങ്കിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യവും എന്ത് ചെയ്യണം? അനുസരിക്കുവാൻ തക്കവണ്ണം അവൻ കടപ്പെട്ടിരിക്കുന്നു. കൽപ്പനകൾ 10 കൽപ്പനകളാണെങ്കിലും 600-ൽ പരം കൽപ്പനകൾ പഴയ നിയമ ന്യായപ്രമാണത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ദേഹിയിലെ പാപങ്ങളാണ്. ദേഹത്തിലെ പാപങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ കഴിയും. ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, അതിനെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഹല്ലേലൂയ എന്ന് തുടങ്ങി പറയുന്ന കൽപ്പനകൾ, മദ്യപിക്കരുത്, പാപം ചെയ്യരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. പക്ഷേ മോഹം എന്നുള്ളൊരു വിഷയം ദേഹിയെ ബാധിക്കുന്ന ഒരു വിഷയം എന്നപ്പോൾ മനുഷ്യൻ അതിനെ അതിജീവിക്കാൻ എന്ത് ചെയ്യുന്നില്ല? സാധിക്കുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പരിച്ഛേദന ഏൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? അനുസരിച്ചാൽ മാത്രമേ നിത്യജീവൻ എന്ത് ചെയ്യത്തുള്ളൂ? ലഭ്യമാകത്തുള്ളൂ. 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ.
ഇവിടെ പറയുന്ന എന്താണ്? കൃപയിൽ നിന്ന് വീണുപോയി. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായി അവനെ ഏറ്റെടുക്കുന്നതിലൂടെ, അവനെ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ക്രിസ്തു നൽകുന്ന നീതിയിലൂടെ നമുക്ക് നിത്യജീവൻ എന്ത് ചെയ്യും? നമുക്ക് അവകാശമാക്കുവാൻ കഴിയും. യഹൂദ ജനതയെക്കുറിച്ച് അവിടെ വായിക്കുന്ന എന്താണ്? ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ഹല്ലേലൂയ. യഹൂദജനം ക്രിസ്തുവിൽ നിന്ന് എന്ത് ചെയ്തു? വേർപെട്ടുപോയി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവർ കൃപയിൽ നിന്ന് എന്ത് ചെയ്തു? വീണുപോയി. പുറംജാതിക്കാരായ ബാക്കിയുള്ള സകല ജനവും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയിലൂടെ ജ്ഞാനം ലഭിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, നീതീകരണം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ശുദ്ധീകരണം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ശരീരത്തിൻ്റെയും പ്രാണൻ്റെയും ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ക്രിസ്തുവിൽ പ്രാപിക്കും. തെസ്സലോനിയർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലതേ മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ട് അകലുവിൻ, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. ഇവിടെ ദൈവത്തെക്കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തുന്നത്, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവനും എന്ത് ചെയ്യട്ടെ? ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു മർമ്മം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ആത്മാവ് കാണും, നമ്മുടെ പ്രാണൻ കാണും, നമ്മുടെ ശരീരവും കാണും. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി പൂർണ്ണമാണ്. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ദൈവം നമ്മെ ശുദ്ധീകരിക്കാതെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ദൈവം ശുദ്ധീകരിക്കുന്ന മേഖലയെക്കുറിച്ച് പറയുന്നു, നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും ശുദ്ധീകരിക്കും. ഗ്ലോറി ടു ഗോഡ്. അവൻ്റെ വചനത്താൽ അവൻ ശുദ്ധീകരിക്കുന്നു, അവൻ്റെ രക്തത്താൽ അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നു, ക്രൂശിൻ്റെ വചനത്താൽ അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്രൂശിൽ വേദനകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ക്രൂശിൻ്റെ ചില അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ശുദ്ധീകരണമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവൻ്റെ വചനത്തിലൂടെ നമ്മെ ശുദ്ധീകരിക്കുന്നു, അവൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ശുദ്ധീകരിക്കുന്നു, അവൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നു, ക്രൂശിൻ്റെ അനുഭവങ്ങളിലൂടെ ദൈവം ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും നമ്മുടെ ശരീരവും അശേഷം അനിന്യമാവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുമ്പോൾ, അവൻ വെളിപ്പെടുമ്പോൾ, മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെണ്ണം അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ നമ്മളുടെ ആത്മാവും പ്രാണനും ശരീരവും ഉണ്ടാവും. പൂർണ്ണമാണ്. ശുദ്ധീകരണത്തിൽ ആത്മാവുണ്ട്, ദേഹമുണ്ട്, ദേഹിയും. ഗ്ലോറി ടു ഗോഡ്. വിശദമായ പഠനമാണ് കേട്ടോ. ദൈവം അനുവദിക്കുന്ന പക്ഷം പിന്നത്തേൽ അതൊക്കെ നമുക്ക് ധ്യാനിക്കാം. ഗ്ലോറി ടു ഗോഡ്. തൊട്ടടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. 24-ാമത്തെ വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഈ വാക്യം മാത്രം എടുത്തു വെച്ച് കൊണ്ടുപോകണമെങ്കിൽ പ്രസംഗിക്കാം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. മുകളിലോട്ടുള്ള കാര്യം വായിക്കൂ. എന്താണ് ഇവിടെ കർത്താവ് നിവർത്തിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും അനിന്യമാവണ്ണം കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങളും തേജസ്സിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ നിങ്ങളെ ശുദ്ധീകരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിച്ചിരിക്കുന്ന ദൈവം നിങ്ങളിൽ അത് നിവർത്തിക്കുമ്പോൾ നിവർത്തിക്കപ്പെടുന്ന വ്യക്തി മഹത്വ പ്രത്യക്ഷതയിൽ അവനോടൊപ്പം കാണും. അവനത് നിവർത്തിക്കും. ഇവിടെ ദൈവം ദൈവത്തെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നത് എന്താ? സമാധാനത്തിൻ്റെ ദൈവമോ നിങ്ങളെ ശുദ്ധീകരിക്കും. ശുദ്ധീകരണവും സമാധാനവും പാരലലായിട്ട് പോകുന്നതാണ്. ആത്മമണ്ഡലത്തിൽ ശുദ്ധീകരണം ഇല്ലെങ്കിൽ ദൈവത്തോടുള്ള സമാധാനം വ്യക്തിക്ക് കാണില്ല. ആത്മമണ്ഡലത്തിൽ ശുദ്ധീകരണം ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള സമാധാനമാണ് അതിനുള്ള അടയാളം. ദൈവത്തോടുള്ള സമാധാനം കുറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ശുദ്ധീകരണത്തിന് എവിടെയോ പാളിച്ച പറ്റി. സമാധാനത്തിൻ്റെ ദൈവം, ഹല്ലേലൂയ. ഒരു GPS വെച്ചിട്ട്
യാത്ര ചെയ്യാൻ ആ GPS ഗൈഡ് ചെയ്യുന്നത് പോലെ ശുദ്ധീകരണത്തിന് ദൈവം നമ്മുടെ ആത്മതലത്തിൽ വച്ചിരിക്കുന്ന GPS ആണ് ദൈവ സമാധാനം. ആ ദൈവസമാധാനം ആരോ ചെയ്യാത്ത സ്ഥലത്തിലേക്ക് എന്ത് ചെയ്യരുത്, പോകരുത്. പോയാൽ പെടും. ഹല്ലേലൂയ. ദൈവസമാധാനം നമ്മൾ നഷ്ടപ്പെടുന്ന അനുഭവം നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ അവിടെ നിന്നോണം, അവിടെ നിന്ന് ചിന്തിക്കണം, ഞാനിനി എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം. ഗ്ലോറി ടു ഗോഡ്. ദൈവാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യും. കാരണം എന്താണ്? അവൻ്റെ വരവിൽ, അവൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും എന്തു ചെയ്യും? വെളിപ്പെടും. അതിനു വേണ്ടിയിട്ട് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മറുരൂപ മലയിൽ വെച്ച് കർത്താവ് തേജസ്കരിക്കപ്പെട്ടു. തേജസ്കരിക്കപ്പെടുമ്പോൾ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടും, അവിടെ വെളിപ്പെടും. ഗ്ലോറി ടു ഗോഡ്. മോശ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്ന എന്തിനെയാണ്? ന്യായപ്രമാണം. ഏലിയാവ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? പ്രവചനം. പ്രവാചകന്മാരെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഏലിയാവും, ന്യായപ്രമാണ പുസ്തകത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് മോശയും, ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വെളിപ്പെടും. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നവൻ ഇവൻ തന്നെ എന്ന് മോശ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു ഇവൻ തന്നെ എന്ന് ഏലിയാവ് സാക്ഷ്യപ്പെടുത്തുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും ഈ കാഴ്ച കാണുകയാണ്. ജീവിച്ചിരിക്കുന്ന ശരീരം തേജസ്കരിക്കപ്പെടുന്നു. അതെന്തിനാണ് കർത്താവ് കാണിച്ചു കൊടുത്തത്? കർത്താവിൻ്റെ രക്ഷാപദ്ധതിക്കകത്ത് ഉൾപ്പെട്ടിട്ടുള്ള, നീതീകരണ പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടിട്ടുള്ള, വീണ്ടെടുപ്പിൻ്റെ പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയും കർത്താവിൻ്റെ രഹസ്യമായ വരവിൽ യേശു ശരീരത്തിൽ തേജസ്കരിക്കപ്പെട്ടതുപോലെ തേജസ്കരിക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ കർത്താവ് മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം പുനരുത്ഥാനം പ്രാപിച്ചതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പുനരുത്ഥാനം പ്രാപിക്കും. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചിരിക്കുന്നവർക്കും ശരീരത്തിൻ്റെ തേജസ്കരണവും ശരീരത്തിൻ്റെ പുനരുത്ഥാനവും ക്രിസ്തുവിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാർക്ക് പ്രാപിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രാപിക്കാൻ കഴിയും. ഇതിനു വേണ്ടിയിട്ടാണ് ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള യഹൂദജനം അന്വേഷിക്കുന്നത്. പൊട്ടന്മാരാണോ അവർ? ഈ ലോകത്തിൽ ഏറ്റവും സംഭാവനകൾ, ശാസ്ത്രമേഖലകളിലൊക്കെ സംഭാവനകൾ ചെയ്തു. ഹല്ലേലൂയ. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ പോലും അവനൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യണം? എങ്ങോട്ടെങ്കിലുമൊക്കെ ആശുപത്രിയിൽ അഭയം പ്രാപിക്കണം. അവൻ എങ്ങും പോണ്ട. കാരണം എന്താ? അവൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാ മരുന്നുകളും അവൻ തന്നെ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സകല കാര്യങ്ങളും ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? അവനാണ്. പക്ഷെ ഒരു കാര്യം മാത്രം അവന് കാണാൻ പറ്റിയില്ല. അവൻ്റെ ഇടക്കിലേക്ക് ഇറങ്ങി വന്ന മശിഹയെ അവന് കാണാൻ കഴിഞ്ഞു. മശിഹയെ കൂടാതെയാണ് അവൻ നിത്യജീവൻ പോലും പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നത്? ലോകത്തിലുള്ള സകല കാര്യങ്ങളും കണ്ടെത്തുക. അതെല്ലാം ദൈവം കൊടുത്ത ബുദ്ധിയാണ് അവന്, ദൈവജനമായതുകൊണ്ട്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ മെസ്സിഹയെ കൂടാതെ നിത്യജീവൻ പ്രാപിക്കാൻ അവൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പുറംജാതിയിലേക്ക് തിരിഞ്ഞു. ആ പുറംജാതിയുടെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച കൊടുത്തപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലൂടെ നീതീകരണത്തിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ മക്കൾ, വ്യർത്ഥവും പിതൃ പാരമ്പര്യത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ, സകല അധർമ്മത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ, പാപമോചനം ക്രിസ്തുവിലൂടെ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ, അതിക്രമങ്ങളുടെ മോചനം ക്രിസ്തുവിലൂടെ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ, ശരീരത്തിൻ്റെയും പ്രാണൻ്റെയും ആത്മാവിൻ്റെ ശുദ്ധീകരണം ക്രിസ്തുവിലൂടെ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ നിത്യജീവൻ അവകാശികളായി തീരുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിലേക്ക് പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി വേർപെട്ടുപോയി. അപ്പോൾ പുറംജാതിക്കാരായ നമ്മൾ ക്രിസ്തുവിനോട് എത്ര അധികം രക്ഷ അനുഭവിക്കുവാൻ, നീതീകരണം അനുഭവിക്കുവാൻ, ശുദ്ധീകരണം അനുഭവിക്കുവാൻ, വീണ്ടെടുപ്പ് അനുഭവിക്കുവാൻ, നിത്യജീവനിൽ എത്തിച്ചേരുവാൻ എത്ര അധികം നമ്മൾ ക്രിസ്തുവിനോട് പറ്റിച്ചേരണം. അവർ വേർപെട്ടു പോയെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് എന്ത് ചെയ്യണം? പറ്റിച്ചേരണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ
വിശ്വാസത്താലുള്ള നീതീകരണം ലഭിക്കും. എന്തിനു വേണ്ടിയിട്ടുള്ള നീതീകരണം? നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിനുള്ള നീതീകരണം. ന്യായപ്രമാണത്തിൽ ദൈവം കൊടുത്ത നിത്യജീവൻ യേശുക്രിസ്തു അനുസരിക്കുന്നതിലൂടെ ക്രിസ്തു പുനരുദ്ധാനം പ്രാപിക്കുന്നു. ആ പുനരുദ്ധാനം ആർക്ക് കൂടി അവകാശമാക്കാനുള്ളതാണ്? തന്നിൽ വിശ്വസിക്കുന്ന നമുക്കും കൂടി അവകാശമാക്കാനുള്ള പുനരുദ്ധാനമാണ് ക്രിസ്തുവിൽ സംഭവിച്ചത്. ഗ്ലോറി ടു ഗോഡ്. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവർത്തിയായി. യഹൂദജനം ഇരിക്കുന്നത് എന്തിനാണ്? വിശ്വാസത്താലുള്ള നീതീകരണമാണോ? പ്രവൃത്തിയാലുള്ള നീതീകരണം അവരിയ്ക്കുമ്പോൾ പുറംജാതിക്കാരായ നമ്മൾ നമുക്ക് വേണ്ടി ഏകമനുഷ്യനാൽ പാപവും, പാപത്താൽ രോഗവും, രോഗത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ ഏകമനുഷ്യനാൽ മരണം കടന്നുവെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ നീതീകരണവും വന്നു. ആദാമെന്ന ഏകനാൽ മരണം ഭൂലോകത്തിൽ കടന്നുവെങ്കിൽ ആ മരണത്തെ നീക്കി ഏകനായ ക്രിസ്തു നിമിത്തം ഈ ലോകത്തിൽ ജീവൻ എന്തിയിട്ടുണ്ട്? കടന്നു വന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ മരണം കടന്നെങ്കിൽ ജീവനെയും കൊണ്ട് ക്രിസ്തു വന്നു. ഹല്ലേലൂയ. അതാണ് ജീവന്റെ വെളിച്ചം. ഒരു നിത്യജീവന്റെ വെളിച്ചം ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഏതാത്മാവിനാൽ? പരിശുദ്ധാത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന് എന്നെ നീതീകരിക്കാൻ വേണ്ടി, എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് ചെയ്ത സകല കാര്യങ്ങളും ഞാൻ തിരിച്ചറിയുമ്പോൾ, അവനേറ്റ പങ്കപ്പാടുകളെ ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്കെന്തുണ്ടാവും? കർത്താവിനോട് സ്നേഹമുണ്ടാവും. ആ സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസത്താലാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? നീതീകരണം ലഭിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ആ നീതീകരണം എന്നെ നിത്യതയിലേക്ക് എന്ത് ചെയ്യുന്നു? എത്തിച്ചേർക്കുന്നു. 7-ാമത്തെ വാക്യം, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. പൗലോസ് പറയുകയാണ്, പൗലോസ് യഹൂദനാണ്. കൂട്ട സഹോദരങ്ങളെ, ബാക്കി യഹൂദ ജനതയെ നോക്കി പറയാണ്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. എന്ത് കാര്യത്തിൽ? ന്യായപ്രമാണം അനുസരിക്കുന്നതിന് വേണ്ടി ശുഷ്കാന്തിയോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് അവർ എന്ത് ചെയ്യണം? നിത്യജീവൻ പ്രാപിക്കാൻ നന്നായി ഓടിയിരുന്നു. സത്യമനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഏതാണ് സത്യം? യേശുക്രിസ്തുവിലൂടെ ഉള്ള വിശ്വാസ നീതീകരണം പ്രാപിക്കുന്ന സത്യം അനുസരിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയെ ആര് തടുത്തു കളഞ്ഞു? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരെ പിശാച് തടുത്തെങ്കിൽ പ്രമാണമേ ലഭിക്കാത്ത പുറംജാതിക്കാർക്ക് എത്ര അധികം നിത്യജീവൻ പ്രാപിക്കാതിരിക്കാൻ പിശാച് തടയും. അതിനെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ നിത്യത കാണും. അവരെ തടുത്തു. ഗ്ലോറി ടു ഗോഡ്. സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ഇവിടെ പറയുന്ന അസാരം പുളിമാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലുള്ള നീതീകരണം പ്രാപിക്കുന്നതിലൂടെ നിത്യജീവൻ പ്രാപിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ എന്താ? പുളിമാവ്. മനസ്സിലാവുന്നുണ്ടോ? മേളിലോട്ടുള്ള വാക്യങ്ങളെല്ലാം വായിച്ച് ധ്യാനിച്ചാലേ ഇതെന്ത് പുളിമാവ് ഏതാണെന്ന് മനസ്സിലാവും. 2 കാര്യങ്ങളുണ്ട്. ഒന്നതാണ്, 2 ഉപദേശ പെശകിൽ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗം പുറംജാതിക്കാരുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. മറ്റൊരു സുവിശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പ്രസംഗിക്കുന്നുണ്ട്. ഇത് 2 പ്രശ്നമാണ്. ഇതിൽ നിന്ന് ജനം എന്ത് ചെയ്യണം? വിടുതൽ പ്രാപിക്കണം. മനസ്സിലാവുന്നുണ്ടോ? യഹൂദജനം എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലുള്ള നീതീകരണത്തിലൂടെ നിത്യജീവൻ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവൻ നിൽക്കുന്നു. പുറംജാതിക്കാർ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ അവർക്ക് എന്ത് വേണം? നശിച്ചു പോകുന്ന കേവലം ഭൗമികമായ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ അവനുണ്ടാകണം. നിത്യജീവൻ അവന് വേണമോ? അവന് താല്പര്യം. ഇത് രണ്ടിനെയും പൗലോസ് എന്താണ് പറയുന്നത്? പുളിമാവ്. ഈ അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു? പുളിപ്പിക്കും. ഗ്ലോറി ടു ഗോഡ്. യഹൂദന്മാരുടെ ഇടയിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലുള്ള നീതീകരണം എന്നുള്ള പുളിമാവ് യഥാർത്ഥമായ വിശ്വാസ നീതീകരണത്തെ പ്രാപിക്കാൻ അനുവദിക്കാത്ത തടസ്സമായിരിക്കുമ്പോൾ, പുറംജാതിക്കാരായിട്ടുള്ള ദൈവജനത്തെ ദൈവത്തിൻ്റെ ആത്മാവ് സഭ പണിയുമ്പോൾ അതിനകത്ത് എന്ത്
ഉപദേശ പെശക് കയറി വരുന്നു. ഏത് ഉപദേശ പെശക്? മറ്റൊരു യേശുവിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുന്നു. ഞാൻ ഇതിന് മുമ്പിലോട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഹല്ലേലൂയ. ഈ രണ്ട് പുളിമാവും യഹൂദൻ്റെ ഇടയിലും പുളിമാവുണ്ട്, പുറം ജാതിക്കാരുടെ ഇടയിലും ഒന്നുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിനെ തടുത്ത് കളയുന്ന പിശാച് എന്ത് ചെയ്യുന്നു? ഈ അസാരം പുളിമാവിനെ കൊണ്ടൊന്ന് എന്ത് ചെയ്യും? ഈ മുഴുവൻ മാവിനകത്ത് കൊണ്ടൊന്ന് വച്ചിത്തങ്ങു. എങ്ങനെ ഉണ്ട്? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾ ഭിന്നാഭിപ്രായം ഉണ്ടാകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഇവിടെ കലക്കുന്ന ചിലരുണ്ട്. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസ നീതീകരണത്തെ എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുമ്പോൾ ആ വിശ്വാസ നീതീകരണത്തെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കൂടാതെ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി ആയ നിത്യജീവൻ ക്രിസ്തുവിനെ കൂടാതെ പ്രാപിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ. ഇവർ തമ്മിലാണ് പോരാട്ടം. ഇനി അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവസഭ പണിയപ്പെടുന്ന കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാലോ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പ്രശ്നം അതിനകത്ത് വരും. മറ്റൊരു ആത്മാവിനെ കൊണ്ടുവരുന്നവർ അതിനകത്ത് വരും. ഭൗമികമായ അനുഗ്രഹങ്ങൾ, പ്രോസ്പെറിറ്റി ഗോസ്പലുമായിട്ട് കയറി വരുന്നവർ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കയറി വരും. നിത്യജീവൻ അവർക്കൊരു വിഷയമാണ്. അതൊക്കെ അപ്പോഴേ നിത്യജീവൻ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. സഹോദരന്മാരെ, ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ 11-ാമത്തെ വാക്യം, ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്തിന്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാനിപ്പോഴും നിങ്ങളെപ്പോലെ പരിച്ഛേദന ഏറ്റുകൊണ്ട് ന്യായപ്രമാണം അനുസരിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ട വിഷയമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഞാൻ എന്തിനീ ഉപദ്രവം സഹിക്കണം? അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവൻ അംഗഛേദം ചെയ്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ദേഷ്യവും വിഷമവും എല്ലാം കൂടെ വന്നിട്ട് അവസാനം പറയണു, പരിച്ഛേദന കേൾക്കണ കാര്യത്തിനാണ് നീ നിർബന്ധം പിടിക്കണമെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഇങ്ങനെ ഈ കലക്കം ഉണ്ടാക്കണവർ പരിച്ഛേദനമല്ല ചെയ്യാനുള്ളത്, ആ അംഗത്തിനെ മുഴുവനായിട്ടങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ കൊള്ളായിരുന്നു. പൗലോസിൻ്റെ ദേഷ്യം കണ്ടു. ഞാൻ പറയുന്നതല്ല, വചനം നിങ്ങളവിടെ പറഞ്ഞ വാക്യമാണ് പറഞ്ഞു. ഇതിന് പരിച്ഛേദന കേൾക്കണം മുഴുവനും എന്തി? എന്തോ ഒരു ദേഷ്യമല്ലേ, വിഷമം, സങ്കടം. ഇനി താഴോട്ട് വരുന്ന വാക്യങ്ങളുണ്ടല്ലോ, ന്യായപ്രമാണത്തിൻ്റെ നീതി ആയ പരിശുദ്ധാത്മാവിനാലുള്ള ആത്മാവിൻ്റെ ഫലത്തിൻ്റെ വിഷയമാണ് അടുത്ത് വരുന്നത്. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ആത്മാവ് നമുക്കുണ്ടോ ഇല്ലയോ, നിത്യജീവൻ നമുക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ആത്മാവിൻ്റെ ഫലം. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്താൽ എന്ത് ലഭിച്ചു? നീതീകരണം ലഭിച്ചു. പക്ഷെ അകത്താൻ ഈ നീതീകരണത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ടോ എന്ന് അറിയണ്ടയോ? നീതീകരണം മാത്രം ലഭിച്ചാൽ നിത്യജീവനിൽ പോവോ? നീതീകരണം പ്രാപിച്ച പരിശുദ്ധാത്മാവ് അകത്ത് വ്യാപരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ, ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? അകത്ത് വേണം. യഹൂദന് ന്യായപ്രമാണം പുറത്ത് ലഭിച്ചു. പുറം ജാതിക്കാരായ വിശ്വാസികളായ ദൈവമക്കൾക്ക് ന്യായപ്രമാണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുന്നില്ല. യേശു ക്രിസ്തുവിൽ നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും ശാപങ്ങളും പരിഹരിക്കപ്പെട്ടതുകൊണ്ട് പിതാവാം ദൈവം എന്ത് ചെയ്യുന്നില്ല? അത് ഓർക്കുന്നില്ല. അപ്പോൾ നീതീകരിക്കപ്പെട്ടതിനനന്തരം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യണം? വ്യാപരിക്കണം. ന്യായപ്രമാണം ഇപ്പോൾ പുറത്തല്ല, എവിടെ വന്നു? അകത്ത് വന്നു. ഇനി നമ്മൾ കുറച്ചുകൂടി ഗഹനമായ സബ്ജക്റ്റിലേക്കാണ് നമ്മൾ ഇനി മുമ്പിലോട്ട് പോകാൻ പോകുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ നിത്യജീവനിൽ എന്ത് ചെയ്യത്തില്ല? കടക്കത്തില്ല. ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അധിവസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിരന്തരം വചനത്തിലൂടെ നമ്മൾ ശോധന ചെയ്യുമ്പോൾ, ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, ആത്മാവ് നമ്മിൽ അധിവസിക്കുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഗ്ലോറി ടു ഗോഡ്. നീതീകരണം ലഭിച്ചാൽ മാത്രം പോരാ, ആ പരിശുദ്ധാത്മാവും നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ പ്രാപിക്കണം. നിത്യജീവന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. കല്ലിൽ ദൈവം തൻ്റെ കൈ കൊണ്ട് എഴുതപ്പെട്ട ന്യായപ്രമാണം അല്ല പുതിയ നിയമ പുറംജാതി വിശ്വാസികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ എഴുതും. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും, ഞാൻ അവരിൽ അധിവസിക്കും, നിത്യജീവൻ അവരുടെ ഉള്ളത്തിൽ ദൈവം കൊടുക്കും. നീതീകരണം പ്രാപിച്ച് നിത്യജീവൻ അവകാശിയായി തീരുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് പകരുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അതിനുവേണ്ടി ധാരാളമായിട്ട് എന്ത് ചെയ്യട്ടെ, ഒരുക്കട്ടെ. നിത്യജീവൻ അവകാശികളാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ ധാരാളം കൃപ നൽകട്ടെ. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്ഷാപദ്ധതി വിശ്വസിപ്പാൻ, ആ നീതീകരണം വിശ്വസിപ്പാൻ, ഗ്ലോറി ടു ഗോഡ്, ആ ശുദ്ധീകരണം വിശ്വസിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. കർത്താവിലെ വീണ്ടെടുപ്പ് അവകാശമാക്കുവാൻ, വിശ്വാസത്താൽ അവകാശമാക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തീയ ജീവിതത്തിൽ നിത്യജീവൻ അവകാശമാക്കി തീർക്കേണ്ടുന്നതിനുള്ള അവകാശത്തിൻ്റെ അച്ചാരമായും പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് മുദ്ര നൽകിയിരിക്കുമ്പോൾ ആത്മാവ് നമ്മിൽ അധിവസിക്കുന്നു എന്നുള്ളതിൻ്റെ ഫലം വളരെ പ്രാധാന്യമുള്ളത്. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവൻ നമ്മിൽ അധിവസിക്കുന്നു എന്ന് നമുക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത് എന്ന് പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. നിത്യജീവന് അവകാശികളായി തീരുവാൻ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.